ഞെക്കുമ്പോൾ വേണ്ടോ ചപ്പിപ്പോയി അയ്യടാ വേണ്ട. ഓക്കെ, അത് ടെമ്പറേച്ചർ ഇപ്പോൾ ഞാൻ മാറ്റുന്നത് വേറൊരു മഷി വെച്ച് എനിക്കൊന്ന് 10 കിലോ വരെ തൂക്കാൻ പറ്റുന്ന ഒരു ത്രാസാണ്. ഈ പ്രോഡക്റ്റ് 6 മാസം കൊണ്ട് 1 കൊല്ലം കൊണ്ട് നശിച്ചു പോയാൽ അടുത്തൊരെണ്ണം മേടിക്കുമല്ലോ. അത് ഒരു ട്രാപ്പാണ്, ഒരു ട്രിക്കാണ്. ഒരു ക്ലോക്കിന് അൺബോക്സിങ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. ഒരു ഡിജിറ്റൽ റൗണ്ട് ക്ലോക്ക്, ഇന്ത്യൻ ദേശീയ പതാകയുടെ ലോഗോ കളർ കോമ്പിനേഷൻ ഉള്ള ഒരു ഡിജിറ്റൽ ക്ലോക്കിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതെൻ്റെ പ്രൊഡക്റ്റ് അല്ല, ഞാൻ ആമസോണിൽ നിന്ന് വരുത്തി. എനിക്കൊരു നല്ലൊരു ഉഷാറ് തോന്നിയപ്പോൾ ഞാൻ അത് നിങ്ങളെ പരിചയപ്പെടുത്താണ്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് ബാറ്ററി ഇടണം, ഒരു ബാറ്ററി. അപ്പോൾ ഏതെങ്കിലും ഒരു ബാറ്ററി, ഒരു കാരണവശാലും ഇതുപോലുള്ള ലോക്കൽ ബാറ്ററികൾ, ടിപ്ല ബാറ്ററികൾ ഒരു കാരണവശാലും ഇത് വാങ്ങിച്ചിടരുത്. ഇത് അവരിതിൻ്റെ കൂടെ ഫ്രീ തന്നാലും ഇത് ഉപയോഗിക്കരുത്. കാരണം ഈ ഒരു ബാറ്ററി ഏറിയാൽ 6 മാസം, ഒരു കൊല്ലം കഴിയുമ്പോഴേക്കിന് ഇത് പൊട്ടി ഒലിക്കും. എന്നിട്ട് ഈ ക്ലോക്കിൻ്റെ ഉള്ളിലോട്ട് പോയി ക്ലോക്ക് തകരും. ഒരു കൊല്ലം കൊണ്ട് ഈ ക്ലോക്ക് അങ്ങോട്ട് കേടുവന്ന് നമുക്ക് വലിച്ചെറിയാം. ഈ കൊല്ലങ്ങളോളം വർക്ക് ചെയ്യും. ഒരുപാട് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ബാറ്ററി ഉള്ളത് വളരെയധികം ശ്രദ്ധിക്കുക. അവർ തരുന്ന ബാറ്ററി ഒരു കാരണവശാലും ഉപയോഗിക്കരുത്, അത് വലിച്ചെറിയണം. ഏത് സാധനത്തിൻ്റെ ആയാലും ശരി, ചൈനീസ് പ്രോഡക്റ്റ് ആയാലും ശരി, ഇന്ത്യൻ പ്രോഡക്റ്റ് ആയാലും ശരി, ഇങ്ങനെ ഒരു ബാറ്ററി നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹൈ ക്വാളിറ്റി ബാറ്ററി തരില്ല. അത് ഞാൻ ഒഴിവാക്കി ഇതാ വേറെ ഞാനൊരു 3 ഡ്യൂറാസെൽ എന്ന് പറയുന്ന ബാറ്ററി മേടിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ആൽക്കലൈൻ തന്നെ മേടിക്കുക. ഇത് ഓർഡിനറിയാണ്. ഇത് 20 രൂപ ഒരു ബാറ്ററിക്ക്. ആൽക്കലൈൻ ബാറ്ററി 40-45 രൂപ വരും ഒരു ബാറ്ററിക്ക്. അപ്പോൾ ആൽക്കലൈൻ തന്നെ വാങ്ങുക. ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, ഡ്യൂറാസെൽ. ഇത് അത്ര പെട്ടെന്ന് പൊട്ടി ഒലിക്കില്ല. എങ്കിലും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വിലപിടിപ്പുള്ള ക്ലോക്ക് അല്ലെങ്കിൽ ഉൽപ്പന്നം നഷ്ടപ്പെടും. ഓക്കെ, ഒരു ബാറ്ററി നമുക്കതിനകത്തേക്കാണ്ടിടാം. ഈ ഒരു ബാറ്ററി ഇപ്പം എന്തിനാണ് അതിൽ എന്നുള്ളത് 2 എണ്ണമാണല്ലേ. ഓക്കെ, ഒന്നുകൂടി ഇടാം. ഞാൻ ഒന്നുള്ളൂ വെച്ചിട്ടിരിക്കുക. 2 ബാറ്ററി അതിനകത്ത് ഇടണം. 2 ബാറ്ററി. ഓക്കെ, അതതിനകത്തിട്ടു. ഇത് ടൈം തെറ്റാണ്ടിരിക്കാനുള്ളതാണ്. ഇതിൻ്റെ വർക്കിംഗ് ബാറ്ററി ആണെന്ന് തോന്നുന്നില്ല. ഇനി നോക്കട്ടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇല്ല, ഇത് ടൈം തെറ്റാതിരിക്കാനുള്ള ഇത് മാത്രമാണ്. നല്ല രസമുള്ള ഒരു ബോഡി, പ്ലാസ്റ്റിക് ഒക്കെയാണ്. ഇനി നമുക്ക് ഇത് പവർ, ഇതിൽ ഒരു അഡാപ്റ്റർ, ഇതിൻ്റെ കൂടെ നല്ലൊരു USB കേബിളാണ് തന്നിട്ടുള്ളത് കേട്ടോ. അത് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ ചാർജർ 1 ആമ്പിയർ ആയാലും മതി, എത്ര കുറഞ്ഞ ആമ്പിയർ ആയാലും കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. നല്ല ലെങ്ത് ഉണ്ട് വയറ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വയറാണ് തന്നിട്ടുള്ളത്. നമുക്ക് കൊടുക്കാം. യെസ്, മാഷാ അല്ലാഹ്, സൂപ്പർ. ആ ഒരു കളർ കോമ്പിനേഷൻ കണ്ടകളെ അല്ലേ. നമ്മുടെ ദേശീയ പതാകയുടെ ഒരു ഇന്ത്യൻ എന്ന നിലക്ക് തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടി പ്രത്യേകമായി, ചൈനീസ് കമ്പനി ആകും അറിയാം. നോക്കട്ടെ ധാരാളം മെയ്ഡ് ഇൻ അല്ല ചൈന ലാംഗ്വേജ് ഒക്കെ കണ്ട് ഞാൻ കാറ്റലോഗിൽ. അപ്പോൾ ചൈന ഇന്ത്യക്കാർ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ചൈനീസ് ലാംഗ്വേജ് ഉൾപ്പെടുത്താറില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാക്കണം. ഇന്ത്യയിലെ ഒരു ഉൽപ്പന്നം എങ്ങനെ ചൈനയിൽ വിൽക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വൈ നോട്ട്, വെയിറ്റ് ആൻഡ് സീ. പല ആശയങ്ങളും ഉൾത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ചൈനയിൽ ഇല്ലാത്ത സാധനം ഇന്ത്യയിൽ ഉണ്ടാക്കി ചൈനയിൽ വിൽക്കാൻ എങ്ങനെ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത്ഭുതം തോന്നുങ്ങൾ അടുത്ത് തന്നെ എനിക്ക് പ്രതീക്ഷിക്കാറ്. അപ്പോൾ ഇത് പിന്നെ ഇവിടെ 86% എന്നൊരു ഹ്യൂമിഡിറ്റിയാണ്. 28 എന്നുള്ളത് ഇവിടുത്തെ ടെമ്പറേച്ചറാണ്, ചൂടാണ്. 10 നമുക്ക് ടൈമൊക്കെ മാറ്റാം, വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നതാണിത്. 12 മണിക്കൂർ തന്നെയാണ് ഇത്. ഇപ്പോൾ സമയം എത്രയായി എന്നുള്ളത് നോക്കാം നമുക്ക്. 9, 8, ഇപ്പോൾ 21 ആയിരുന്നു. ഞാൻ 21 വെക്കട്ടെ. ഓക്കെ, സെറ്റ് കഴിഞ്ഞു. മന്ത് 7 തന്നെയാണ്, ഡേ 14ആണ്. ഓക്കെ, അത് ടെമ്പറേച്ചർ ഇപ്പോൾ ഞാൻ മാറ്റുന്നത് ഇനി വേറൊരു മഷി വെച്ച് എനിക്കൊന്ന് വേറൊരു ടെമ്പറേച്ചർ മീറ്റർ വെച്ചിട്ടൊന്ന് ഉറപ്പ് വരുത്താനാണ്. വേണ്ട, 28 കഴിഞ്ഞു. സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ അതെന്താ ഫ്രൈഡേ വന്നു, ഇതും കൂടി മാറ്റണം അല്ലേ. അന്ന് 14 അല്ലല്ലോ ഡേറ്റ്, എത്രയാണ് 17ആണ്. അതുകൊണ്ടാണ് കേട്ടോ, 17ആണ് ഡേറ്റ്. ഞാനിത് ജൂലൈ 17നാണ് ഇത് ചെയ്യുന്നത്. നല്ല ബ്രൈറ്റ്, ഓവർ ബ്രൈറ്റ് ആയിട്ട്. അപ്പോൾ സ്റ്റോപ്പ് വാച്ചാണ്. മന്ത് 14. അപ്പോൾ നമുക്ക് 15, 16, 17. ഓക്കെ, അപ്പോൾ മൺഡേ വന്നു, ഇവിടെ തീയതി വന്നു. ഓക്കെ, അത് താനെ വരും.
ഇനി നമുക്കിതിൻ്റെ ഈ ഒരു പേപ്പർ ഇത് വേണ്ട, ഇതിനകത്തൊരു പേപ്പർ ഉണ്ട്. പക്ഷേ എന്താണ് ഒരു മാറ്റ് ഫിനിഷിങ്, സൂപ്പർ ആട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ക്ലോക്കാണ്. അതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 1800, 2000 രൂപയുടെ അടുത്തുണ്ട്. അതിൻ്റെ ലിങ്ക് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ആമസോൺ ലിങ്ക് താഴെ ഇടാം. 2000 രൂപയുടെ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത്രയും വെർത്തുണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാച്ച്, നല്ല ഹെവി, നല്ല ബോഡി കേട്ടോ, നല്ല ബോഡിയാണ്, നല്ല ഗ്ലേസിങ്, സിമ്പിള് ഒരു ക്ലോക്ക് നമ്മളെ വീട്ടിൽ വെക്കുക. ഇനി ഇതിനൊരു റിമോട്ടും ഉണ്ട്. ഇതിങ്ങനെ ഒരു റിമോട്ട് ഉണ്ട്. ഈ റിമോട്ടിൽ നമ്മളെ കയ്യിലിത് വെച്ച് രാത്രി നമുക്കൊന്ന് വെളിച്ചം വേണ്ട എങ്കിൽ ഓഫ് ചെയ്യാം. ഒരിക്കലും ടൈം ഓഫ് ആവണില്ല, വീണ്ടും നമുക്ക് ഫോണിൽ സമയം നോക്കാം. അങ്ങനെ രാത്രി നമുക്കൊരു ബെഡ് ലൈറ്റ് ആയിട്ടൊക്കെ ഇത് വർക്ക് ചെയ്തോളും. അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ടാവും. ഇത് ബെഡ് ലൈറ്റും വേണ്ട, അതൊരു ഡിസ്റ്റർബാണ് നിങ്ങൾക്ക് എങ്കിൽ അതാണ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ലൈറ്റ് കൂട്ടുക കുറയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് കൂട്ടാൻ കുറയ്ക്കാൻ, ബ്രൈറ്റ്നെസ് ലോയും ഹൈയും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് ലോ, ഇത് ഓട്ടോമാറ്റിക്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കൂട്ടാനും കുറയ്ക്കാനുണ്ട്. എനിവേ ഇവിടെ ഞാനൊരു മെസ്സേജ് ഇപ്പോൾ ഒരു ടിപ്സ് ആയിട്ട് തരുന്നത്, ഏത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലും ബാറ്ററി, അവർ തരുന്ന ബാറ്ററി ഉപയോഗിക്കരുത്. വേറെ ഡ്യൂറാസെൽ പോലുള്ള ആൽക്കലൈൻ ബാറ്ററി, ഡ്യൂറാസെൽ ഒരു ബ്രാൻഡ് നെയിം മാത്രമേ ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷെ ക്വാളിറ്റി ഉണ്ട്, വില കൂടും. ആൽക്കലൈൻ ബാറ്ററി റീചാർജബിൾ അല്ല, ഓർഡിനറി 1.5 വോൾട്ടിൻ്റെ, ഇത് ട്രിപ്പിളാണ്. അപ്പോൾ ഏത് ബാറ്ററിയാണ് നോക്കിയിട്ട് വെക്കുക. ഇനിയിപ്പോൾ ടൈം കലണ്ടർ പോയി, കറണ്ട് പോയി, പിന്നെ തിരിച്ചു വന്നാൽ കറക്റ്റ് ടൈം ഓടും. അതിനാണ് ആ ബാറ്ററിയുടെ ഉപയോഗിച്ചില്ല ക്ലോക്ക്. ഓക്കെ, അതേപോലെ ഇപ്പോൾ എനിക്ക് ഞാനൊരു സാധനം ഓർഡർ ചെയ്താണ്, ഒരു തുലാസ്, എന്ത് രസമുള്ള ഒരു തുലാസ്. ഇത് 350 ഉറുപ്പിയുള്ളൂ ഈ തുലാസിൻ്റെ വില. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബാറ്ററി ഒരിക്കലും ഇടരുത് കേട്ടോ. ഇതാ എൻ്റെ അടുത്ത് വേറെ ബാറ്ററി ഉണ്ട്, അത് ഇടാവൂ. ഏതായാലും ഞാനതൊന്ന് ഇട്ട് കാണിക്കുകയാണ്. കണ്ടോ, ഇവർ തന്ന ബാറ്ററിയാണിത്. ഈ തന്ന ബാറ്ററി കണ്ടില്ല നിങ്ങൾ ഞെക്കുമ്പോൾ കണ്ടോ ചപ്പിപ്പോയി. അയ്യടാ കണ്ട, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കപ്പാസിറ്റി. ഇത് എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി, 2 ദിവസം കൊണ്ട് അങ്ങനെ ഇട്ട് വെക്കും നമ്മൾ. എന്നിട്ട് നമ്മൾ ഈ തുലാസൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇത് പ്രോഡക്റ്റ് നമ്മളിങ്ങനെ ഉപയോഗിക്കും. ഓക്കെ ആണെന്ന് പറയും, ഓഫ് ചെയ്തിട്ട് ഇവിടെ ഓഫ് ചെയ്ത്, അപ്പോൾ ഓഫ് ചെയ്ത് ആണ് വെക്കും. കണ്ട, അപ്പോൾ ഓണായി. ലൈറ്റൊക്കെ ഉണ്ട്. അയ്യോ അതണ്ട, നമുക്ക് ഒരു കീസിലാക്കിയിട്ട് ഒരു ഉറയിലാക്കിയിട്ട് ഇവിടെ അങ്ങനെ 10 കിലോ വരെ തൂക്കാൻ പറ്റുന്ന ഒരു ത്രാസാണത്. ഒരു വീട്ടിൽ ആവശ്യമാണ്. അതുപോലെ യാത്ര പോകുമ്പോഴൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗ് എന്തെങ്കിലുമൊക്കെ തൂക്കുക. വലിയ പെട്ടിയെ കെട്ടുമ്പോൾ നമുക്കിങ്ങനെ 5 കിലോ അല്ലെങ്കിൽ 10 കിലോ ഉള്ള പൊതി ഇങ്ങനെ അതിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കീസിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു 30 കിലോ അല്ലെങ്കിൽ 20 കിലോ നമ്മുടെ ലഗേജ് കെട്ടാൻ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ത്രാസാണ്. ഇതിൻ്റെ ലിങ്കും താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിലിടാം. ഒക്കെ എൻ്റെ ഇന്നത്തെ ഈ ടിപ്സ് പോണത്, ഒരു കാരണവശാലും ഇവർ തരുന്ന ബാറ്ററി ഉപയോഗപ്പെടുത്തരുത്. അത് ഒരു ട്രാപ്പാണ്, ഒരു ട്രിക്കാണ്. ഈ പ്രോഡക്റ്റ് 6 മാസം കൊണ്ട്, 1 കൊല്ലം കൊണ്ട് നശിച്ചു പോയാൽ അടുത്തൊരെണ്ണം മേടിക്കുമല്ലോ. എന്നാൽ നമ്മൾ ആരും കുറ്റം പറയില്ല, ആരെയും കുറ്റപ്പെടുത്തില്ല ഇവരുടെ കമ്പനീനെ. കാരണം നമ്മൾ ബാറ്ററി മാറ്റാത്തത് കൊണ്ട് അത് പൊട്ടി ഒലിച്ച് ഗ്യാരണ്ടി പോലും കിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് നോക്കുക. പിന്നെ ഇത്തരം റിമോട്ടിലെ ബാറ്ററി ആൽക്കലൈൻ ബാറ്ററി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പൊട്ടി ഒലിക്കില്ല. എത്രയോ വർഷങ്ങളോളം ചാർജ് ഇല്ലെങ്കിലും അവിടെ കിടക്കും. അതൊന്നും പൊട്ടി ഒലിക്കില്ല. 4-5 കൊല്ലം വരെ ഒരു ആൽക്കലൈൻ ബാറ്ററിയിൽ കിടന്നിട്ടുണ്ട്, ഒന്നും ആവണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഇനി നല്ലൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട്, നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കണ്ടുമുട്ടാം. ഹംസ 5 മുക്കിൽ 2 അത്താണി.